തിരുനക്കര പൂരം കൂടുവാനായിട്ട് കിഴക്കേ ഗോപുരവാതിൽ കൂടെ ഇതാ രാജാവിനെ പോലെ രാജശേഖരൻ ഇറങ്ങി വരുന്നു. രാജശേഖരൻ്റെ വരവും നോക്കി ഇങ്ങനെ നിൽക്കുന്നവരെയൊക്കെ രാജശേഖരൻ അവിടെ വന്നിട്ട് ഒന്ന് അഭിവാദ്യം ചെയ്തിട്ടാണ് താഴോട്ട് പോകുന്നത്. അപ്പോൾ അവനോട് അഭിവാദ്യം ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല വെയിലുമുണ്ട്, നല്ല തിരക്കുമുണ്ട്. എന്നിട്ട് പോലും ആൾക്കാർ ഈ കാഴ്ച കാണാൻ നിൽക്കുകയാണ്. കണ്ടോ, അവൻ കയ്യും മുൻകാലും പൊക്കി അഭിവാദ്യം ചെയ്തു അല്ലേ. എല്ലാ ആനകളും ഒന്നും ഇങ്ങനെ മുൻകാല് പൊക്കിയൊന്നുമില്ല അഭിവാദ്യം ചെയ്യാനുണ്ട്. ചിലർ മാത്രമാണ്. അവർക്കറിയാം തങ്ങളെ വരവേൽക്കുന്നവരെ എങ്ങനെ അഭിവാദ്യം ചെയ്യണമെന്ന്. ആ ഒരു അറിവുള്ളതുകൊണ്ടാണ് മുൻകാല് ഉയർത്തി അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് നടന്ന് നീങ്ങുന്നത്. ഇതൊക്കെ അവിടെ പോയൊന്ന് കാണുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു മെയിൻ സന്തോഷം. ശരിയായ ഒരു പൂരത്തിന് ചെല്ലുമ്പം ആന ഇങ്ങനെ അഭിവാദ്യം ചെയ്ത് കാണാനായിട്ട് അതൊരു പ്രത്യേക ഒരു കാഴ്ച തന്നെയാണല്ലേ. എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടവുമാണ്. ആന എവിടെ ഉണ്ടെങ്കിലും ഇഷ്ടമാണല്ലോ. അതുകൂടാതെ ഇങ്ങനെ വന്ന് നിന്നിട്ട് നമ്മളെ തുമ്പിക്കൈ പൊക്കി ഇങ്ങനെ അഭിവാദ്യം ചെയ്യുമ്പം അത് കാണാനായിട്ടൊരു പ്രത്യേക വൈബാണ്. ഇതാ ഒന്നുകൂടെ അവൻ അഭിവാദ്യം ചെയ്യാൻ പോവാണ്. രാജശേഖരൻ തൻ്റെ ആൾക്കാരെയൊക്കെ ഒന്ന് ചുറ്റും നിൽക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കി ഇനി അഭിവാദ്യം ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങിപ്പോവും. ഇത് നേരത്തെ പൂരം നടന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. 22 ആനയും ഇങ്ങനെ ഇറങ്ങി വരുന്ന വീഡിയോ എടുത്തായിരുന്നു. അതിങ്ങനെ ഓരോന്നോരോന്നല്ലേ ഇടാൻ പറ്റുള്ളൂ. ഇതാ ആണ്ടേ അഭിവാദ്യം ചെയ്ത് എന്തൊരു കാഴ്ചയാന്ന് നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി താഴോട്ട് പോവാണ്.